അപ്പോൾ നമ്മൾ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു കറക്ഷൻ സബ്സ്റ്റാൻഷ്യൽ ആണോ അതോ ഇനി ഫർദർ കറക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈസി ആയിട്ടൊരു ടൂൾ എന്ന് പറയുന്നത് പി ആണ്, മാർക്കറ്റിന്റെ പി ആണ്, പ്രൈസ് ഏർണിംഗ്സ് പറഞ്ഞ ടൂളാണ്. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഡേറ്റ ഞാൻ കാണിച്ചു തരാം. ഈ ഡേറ്റ എന്ന് പറയുന്നത് മിഡ് ക്യാപ്പിന്റെയും സ്മോൾ ക്യാപ്പിന്റെയും നമ്മൾ റിസർച്ച് ചെയ്തൊരു ഡേറ്റയാണ്. കഴിഞ്ഞ ജൂണിൽ റിസർച്ച് ചെയ്തൊരു ഡേറ്റയാണ്. സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് ഈ രണ്ട് സെഗ്മെന്റ് ഫോൾ കഴിഞ്ഞു. ഓൾമോസ്റ്റ് 20-30% ഒക്കെയാണ് പല സ്മോൾ ക്യാപ്പ് ഫണ്ട്സും ഫോളോ ചെയ്തിരിക്കുന്നത്. ആ ഫോൾ കഴിഞ്ഞു നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണോ? ഇതെല്ലാം ഫാക്ച്വലി നമുക്ക് ഡേറ്റാ ബേസ്ഡ് ആയിട്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാം. അത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഒരു 30-40% ഒക്കെ റിട്ടേൺസ് ഒരു സമയത്ത് കൊടുത്തിരുന്ന അസറ്റ് ക്ലാസ് ആണ് സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവരെ ഗവനിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി ലോസ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. എൻ്റെ പേര് തോമസ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ടൈം ഈ വീഡിയോ കാണുന്നെങ്കിൽ ഈ ചാനലിനകത്തുള്ള കോണ്ടന്റ് ഫുൾ കാണും. ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് കൂടുതൽ നമ്മൾ സംസാരിക്കുന്നത്. ഓൺടർപ്രണർഷിപ്പ്, ഇൻവെസ്റ്റ്മെന്റ്സ്, മ്യൂച്വൽ ഫണ്ട്സ്, സ്റ്റോക്സ്, അങ്ങനത്തെ പല വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്സ്, അങ്ങനത്തെ പല കാര്യങ്ങളും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഒത്തിരിയും വേറെ പുതിയ കാര്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനോട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് 2 ലിങ്ക്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിന്റെ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് ഒരു 1-on-1 സെഷൻ വിത്ത് NISM സർട്ടിഫൈഡ് റിസർച്ച് അനലിസ്റ്റ് ആണ്. നമ്മുടെ NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 15 മിനിറ്റ്സിന്റെ ഫ്രീ 1-on-1 സെഷൻ ആണ്. മാർച്ച് 31 വരെ ഉള്ളൂ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് പോർട്ട്ഫോളിയോസിന്റെ പ്രോസ് ആൻഡ് കോൺസ് മനസ്സിലാക്കാനും എന്തൊക്കെയാണ് ആ പോർട്ട്ഫോളിയോയിൽ കോസ്റ്റ് കുറയ്ക്കാൻ നമുക്ക് ചെയ്യേണ്ടത്, റിട്ടേൺസ് കൂട്ടാൻ നമുക്ക് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാനും അതിന്റെ ഒരു ഓവറോൾ ഹെൽത്ത് മനസ്സിലാക്കാനും നിങ്ങൾക്ക് ആ റിസർച്ച് അനലിസ്റ്റ് ആയിട്ടിരിക്കാം. ഇൻഫാക്ട് നിങ്ങൾ ഒരു ഫസ്റ്റ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടും നമ്മുടെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടും 15 മിനിറ്റ്സ് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, അത് ഫിൽ ചെയ്യുക. അതിന്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ ഒരു വാട്സ്ആപ്പ് ചാനൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ക്യൂറേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. ആ വാട്സ്ആപ്പ് ചാനലിൽ ഡീറ്റെയിൽസ് നോക്കുക, അത് ഫോളോ ചെയ്യുകയും ചെയ്യുക. അറ്റ് ദ സെയിം ടൈം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ പ്രസ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ ഈ ഡേറ്റ എല്ലാം കൊലാബറേറ്റ് ചെയ്തിട്ട് നമ്മളൊരു PDF ഡോക്യുമെന്റ് ആക്കിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൽ ഐഡിയിലേക്ക് സെൻഡ് ചെയ്ത് കിട്ടണമെങ്കിൽ മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് മലയാളം എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. വിൽ ബി സെൻഡിങ് ഇറ്റ് അക്രോസ് ടു യു ആസ് വെൽ. അപ്പോൾ മിഡ് ക്യാപ്പിന്റെയും സ്മോൾ ക്യാപ്പിന്റെയും ടു എ ലാർജ് എക്സ്റ്റെന്റ് നമ്മൾ മൈക്രോ ക്യാപ്പിനെ കുറിച്ച് ഇവിടെ സംസാരിക്കാൻ പോകുന്നുണ്ട്. മൈക്രോ ക്യാപ്പ് എന്ന് പറയുന്നത് ബിറ്റ്വീൻ 100 to 500 crores മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള സ്റ്റോക്സിനെയാണ് മൈക്രോ ക്യാപ്പ് എന്ന് ജനറലി പറയുന്നത്. ടോപ്പ് 100 സ്റ്റോക്സിനെ ഇന്ത്യൻ മാർക്കറ്റിൽ ലാർജ് ക്യാപ്പ് എന്നാണ് പറയുന്നത്. HDFC, ഇൻഫോസിസ് ഒക്കെ പോലത്തെ സ്റ്റോക്സിനെ ടോപ്പ് 100 സ്റ്റോക്സിന് ലാർജ് ക്യാപ്പ് എന്നും, 100 തുടങ്ങി 250 വരെയുള്ള സ്റ്റോക്സിന് മിഡ് ക്യാപ്പ് എന്നും, പിന്നെ 200 തുടങ്ങി താഴത്തേക്കുള്ള എല്ലാം സ്മോൾ ക്യാപ്പ് എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഇടയിൽ മൈക്രോ ക്യാപ്പ് ഉണ്ട് വിച്ച് ഹാസ് എ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ബിറ്റ്വീൻ 100 to 500 crores. പക്ഷേ ചില മൈക്രോ ക്യാപ്പും ചില സ്മോൾ ക്യാപ്പും റിപ്പീറ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് ആസ് വി സ്പീക്ക് നമ്മൾ ഈ 3 മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മൈക്രോ ക്യാപ്പ് കവർ ചെയ്യാം. അതിനകത്തുള്ള ഡേറ്റ നമുക്ക് നോക്കാൻ ആദ്യം നേരെ സ്ക്രീനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്രീൻ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 150 ആണ്. ഇതുകൊണ്ട് നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 150 ആണ്. ഇത് ബേസിക്കലി ടോപ്പിൽ നിന്ന് ഏറ്റവും താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ 20% നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 150 ഫോളോ ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇനി നിഫ്റ്റി സ്മോൾ ക്യാപ്പ് നോക്കുകയാണെങ്കിൽ സ്മോൾ ക്യാപ്പ് 250 ആണ് ഞാനിവിടെ എടുക്കുന്നത്. കാരണം ദി ഐഡിയ ഓഫ് പിക്കിംഗ് അപ്പ് 250 ഇസ് ടു മേക്ക് ഷുവർ ദറ്റ് വി കവർ ലോട്ട് ഓഫ് സ്റ്റോക്സ്. കുറേ സ്റ്റോക്സ് ഇൻക്ലൂസീവ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ 250 പിക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ക്ലോസ് ടു 24% ആണ് സ്മോൾ ക്യാപ്പ് നമ്മൾ ഓൾ ടൈം ഹൈ എന്ന് കറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി മൈക്രോ ക്യാപ്പ് കൂടി നോക്കിയേക്കാം. മൈക്രോ ക്യാപ്പ് നോക്കുമ്പോഴത്തേക്കും ഇതും അനദർ 24% ആണെന്നാണ് എൻ്റെ ഓർമ്മ. നമുക്കൊന്ന് കറക്റ്റായിട്ട് നോക്കാം. 24%, ക്ലോസ് ടു 25% ആണ് മൈക്രോ ക്യാപ്പും കറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഹൈ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സോ ദാറ്റ് റീച്ചസ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നിഫ്റ്റി 50 കൂടി നോക്കിയേക്കാം. ലാർജ് ക്യാപ്പിൻ്റെ അല്ലേ, നിഫ്റ്റി 50 കൂടി നോക്കിയേക്കാം എത്ര പെർസെൻറ്റേജ് കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം. നമുക്ക് ഓൾ ടൈം ഹൈ എന്ന് നിഫ്റ്റി 50 എന്ന് പറയുന്നത് ക്ലോസ് ടു 14% ആണ് നിഫ്റ്റി 50 കറക്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അടുത്ത് മനസ്സിലാക്കാൻ പോകുന്നത് ഈ ഒരു കറക്ഷൻ സബ്സ്റ്റാൻഷ്യൽ ആണോ അതോ ഇനി ഫർദർ കറക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഈസി ആയിട്ടൊരു ടൂൾ എന്ന് പറയുന്നത് പി ആണ്, മാർക്കറ്റിന്റെ പി ആണ്, പ്രൈസ് ഏർണിംഗ്സ് പറഞ്ഞ ടൂളാണ്. ഇത് നമ്മൾ നമുക്ക് നിഫ്റ്റി മിഡ് ക്യാപ്പിന്റെ നോക്കാം. നിഫ്റ്റി മിഡ് ക്യാപ്പ് 150 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് 10 ഇയേഴ്സിൻ്റെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് PE റേഷ്യോ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോഴത്തെ കറണ്ട് PE മിഡ് ക്യാപ്പ് എന്ന് പറയുന്നത് 34 ആണ്. പക്ഷേ ഒരു ആവറേജ് PE ഫോർ ദ ലാസ്റ്റ് 10 ഇയേഴ്സ് 27 ആണ്. ഓക്കെ, അതൊരു ക്രിട്ടിക്കൽ ഡേറ്റയാണ്. കാരണം മിഡ് ക്യാപ്പിൻ്റെ ആവറേജ് PE ലാസ്റ്റ് 10 ഇയേഴ്സിന് 27 ആകുമ്പോൾ ഇപ്പോഴും നമ്മൾ മിഡ് ക്യാപ്പിൽ ഓവർ വാല്യൂഡ് ആണ്, വിച്ച് മീൻസ് ദർ ഇസ് ഫർദർ സ്കോപ്പ് ഓഫ് കറക്ഷൻ ഇൻ മിഡ് ക്യാപ്പ്. ഇനി അതേപോലെ തന്നെ നമ്മൾ സ്മോൾ ക്യാപ്പ് നോക്കാം.
നിഫ്റ്റി സ്മോൾ ക്യാപ് 250 ആണല്ലോ നമ്മൾ മുമ്പ് കണ്ടത് അല്ലേ. അതിലും ഇതേപോലെ 10 ഇയേഴ്സിന്റെ പീരീഡിൽ നമ്മൾ പി ഇ റേഷ്യോ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സ്മോൾ ക്യാപ്പിന്റെ പി ഇ റേഷ്യോ എന്ന് പറഞ്ഞാൽ 27.2 ആണ്. പക്ഷേ ആവറേജ് പി ഇ റേഷ്യോ എന്ന് പറഞ്ഞാൽ 29.8 ആണ്. വിച്ച് മീൻസ് സ്മോൾ ക്യാപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കറക്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്നുള്ളത്, പക്ഷേ കറക്ഷൻ ഓൾറെഡി നല്ല രീതിയിൽ സ്മോൾ ക്യാപ്പിൽ നടന്നു കഴിഞ്ഞു. ഇനി മൈക്രോ ക്യാപ്പിൽ നോക്കാം. നിഫ്റ്റി മൈക്രോ ക്യാപ്പ് മൈക്രോ ക്യാപ് 250 നോക്കുകയാണെങ്കിൽ അവിടെയും പി 28 ആണ്. പി റേഷ്യോ 10 ഇയേഴ്സിന്റെ പി റേഷ്യോ എത്രയാണ്? 10 ഇയേഴ്സിന്റെ പി റേഷ്യോ 30 ആണ്. അവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൈക്രോ ക്യാപ്പും അത്യാവശ്യം നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത്. ഇനി ലാർജ് ക്യാപ്പും കൂടി നോക്കിയേക്കാം. എന്തിനാ ഉറക്കണം അല്ലേ? നിഫ്റ്റി 50 ലാർജ് ക്യാപ്പ്, ദാറ്റ് ഇസ് ലാർജ് ക്യാപ്പിന്റെ മെഷർ ആൻഡ് നിഫ്റ്റി 50. ഓക്കെ അപ്പോൾ ലാർജ് ക്യാപ്പിന്റെ നമ്മൾ ഇപ്പോഴത്തെ പി എന്ന് പറഞ്ഞാൽ 20 ആണ്. 10 ഇയേഴ്സിന്റെ പി റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 23 ആണ്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പിന്റെ ബേസിൽ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഒരു കറക്ഷൻ സ്പേസ് ഉണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാം. പക്ഷേ ലാർജ് ക്യാപ്പിൽ, സ്മോൾ ക്യാപ്പിൽ, മൈക്രോ ക്യാപ്പിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇറോഷൻ വന്നു കഴിഞ്ഞു. ഇനി ഫെർദർ ഇറോഷന് വേണ്ടിയിട്ടുള്ള ചാൻസ് ഉണ്ട് എന്ന് 100% നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ ഹാവിംഗ് സെഡ് ദാറ്റ് കുറച്ച് ഡേറ്റയും കൂടി നമുക്ക് ഇപ്പോൾ പരിശോധിക്കാം. ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഡേറ്റ ഞാൻ കാണിച്ചു തരാം. ഈ ഡേറ്റ എന്ന് പറയുന്നത് മിഡ് ക്യാപ്പിന്റെയും സ്മോൾ ക്യാപ്പിന്റെയും നമ്മൾ റിസർച്ച് ചെയ്തൊരു ഡേറ്റയാണ്. കഴിഞ്ഞ ജൂണിൽ റിസർച്ച് ചെയ്തൊരു ഡേറ്റയാണ്. അത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ഒരുമാതിരിപ്പെട്ട എല്ലാ നല്ല മിഡ് ക്യാപ് ഫണ്ട്സും ഭയങ്കരമായിട്ടുള്ള റിട്ടേൺസ് കാഴ്ചവെച്ചു എന്ന് പറയുന്ന സമയത്ത് തന്നെ അവർ ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. ഇത് നോക്കൂ, നമ്മളിത് ജൂൺ ഇത് നോക്കിയോ, അനാലിസിസ് ജൂണിലാണ്. അപ്പോൾ ഈ ഡേറ്റ നിങ്ങൾക്ക് വേണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഇതിന്റെ ലേറ്റസ്റ്റ് ഡേറ്റ് നമുക്ക് സെൻഡ് ചെയ്ത് തരാൻ സാധിക്കും. അപ്പോൾ ഈ ജൂണിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതിന്റെ ഇയർലി റിട്ടേൺസ് എന്ന് പറയുന്നത് ഇവിടെ 43 ആണ്, ബെഞ്ച് മാർക്ക് 53 ആണ്. ഏറ്റവും നല്ല രീതിയിൽ ചെയ്ത ഫണ്ട്സ്, ഫോർ എക്സാമ്പിൾ ബന്ധൻ മിഡ് ക്യാപ് ഫണ്ട്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്തത്, അതും അണ്ടർ പെർഫോം ആണ് ബെഞ്ച് മാർക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ. ബാക്കി ഇതെല്ലാം കണ്ടോ, എല്ലാം റെഡിലാണ് കിടക്കുന്നത്. ഇൻഫാക്ട് കോട്ടക് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫണ്ട്സ്. നമ്മൾ ലോങ് ഡ്യൂറേഷനിൽ നോക്കുമ്പോഴത്തേക്കും കോട്ടക് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഫണ്ട്, എമേർജിംഗ് ഇക്വിറ്റി ഫണ്ട് എന്ന് പറയുന്നത്. ഈവൻ ദാറ്റ് ഓൾസോ അണ്ടർ പെർഫോം ദ ബെഞ്ച് മാർക്ക്. അതിന്റെ ബിഗ്ഗസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ഈ ബെഞ്ച് മാർക്കിൽ ഉള്ളതിന്റെ അത്ര പെർസെന്റേജ് എലൊക്കേഷൻ അവരുടെ റെസ്പെക്റ്റീവ് ഫണ്ട്സിൽ കൊടുത്തില്ല എന്നുള്ളതാണ്. അതിനനുസരിച്ചാണ് അവരുടെ റിട്ടേൺസ് വന്നത്. ഫോർ എക്സാമ്പിൾ ബെഞ്ച് മാർക്കിൽ 100% ഇക്വിറ്റിയിലാണല്ലോ അവർ ഇൻവെസ്റ്റ് ചെയ്യുക. അതിൽ ക്യാഷ് ഒന്നും ഹോൾഡ് ചെയ്യില്ല. ബെഞ്ച് മാർക്ക് ബെഞ്ച് മാർക്ക്. പക്ഷേ ഈ ഫണ്ട്സ് എന്ന് പറയുന്നത് അത്യാവശ്യം ആ സമയത്ത് തന്നെ കുറച്ച് ഓവർ വാല്യുവേഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കിയിട്ട് അവർ ക്യാഷ് ഹോൾഡ് ചെയ്തുകൊണ്ടാണ് ബെഞ്ച് മാർക്കിനെ ബീറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇതുപോലെ തന്നെ സ്മോൾ ക്യാപ്പിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് സ്മോൾ ക്യാപ്പിന്റെ സെയിം ജൂൺ അനാലിസിസ് തന്നെയാണ്. ഇതിന്റെ തൊട്ട് താഴെ വരുമ്പോൾ നമുക്ക് സ്മോൾ ക്യാപ്പിൽ പെർഫോം, അതായത് ബെഞ്ച് മാർക്കിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് പെർഫോം ചെയ്തത് കോൺ സ്മോൾ ക്യാപ്പ്. അന്നത്തെ ഡേറ്റ ആട്ടോ. ഇന്നത്തെ ഡേറ്റ വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ റിസർച്ച് അനലിസ്റ്റിന്റെ കൂടെ തന്നെ ഇരിക്കേണ്ടി വരും. ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ആ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും ഏറ്റവും ബെസ്റ്റ്. ബന്ധൻ സ്മോൾ ക്യാപ്പ് അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനെ ബീറ്റ് ചെയ്തു, ഇൻഡെക്സിനെ ബീറ്റ് ചെയ്തു. മഹീന്ദ്ര മനുലൈഫ് സ്മോൾ ക്യാപ്പും അത് ബീറ്റ് ചെയ്തു. പക്ഷേ അറ്റ് ദ സെയിം ടൈം താഴെ വന്ന് നോക്കുകയാണെങ്കിൽ കുറേ സ്മോൾ ക്യാപ്സ് ഉണ്ട് ദാറ്റ് ഇസ് ബീൻ അണ്ടർ പെർഫോമിംഗ് ബെഞ്ച് മാർക്ക് ബൈ ലാർജസ്റ്റ്. ഇതിന്റെ ഇത്രയും അണ്ടർ പെർഫോമൻസ് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും വരാനുള്ള കാരണം എന്താണ്? അതിന്റെ കുറെ ക്യാഷ് ഹോൾഡിംഗ് ഉണ്ടായിരുന്നു. അവർ കുറച്ച് ഡിഫെൻസീവ് ആയിട്ടായിരുന്നു അന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കറക്ഷൻ നടക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ഫസ്റ്റ് ടൈം ആണോ ഇങ്ങനെ ഒരു സ്മോൾ ക്യാപ്പിൽ കറക്ഷൻ വരുന്നത്? അത് നമ്മളിപ്പോൾ ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു പാനിക് സിറ്റുവേഷൻ കണ്ടതുകൊണ്ടാണോ നമുക്ക് ഇങ്ങനെ തോന്നുന്നത്? നമുക്ക് അതൊന്ന് പരിശോധിക്കാം. ആദ്യം മിഡ് ക്യാപ്പിന്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ നോക്കും. ഈ ഒരു ഏരിയ നമ്മൾ നോക്കുകയോ വേണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി കോവിഡിന് നമുക്കറിയാം ഇത് എത്ര പെർസെന്റേജ് കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ക്ലോസ് ടു 40% ആണ് നമ്മൾ ഓൾറെഡി കറക്ഷൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, അത് പോട്ടെ. അതല്ലാതെ തന്നെ കോവിഡ് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു കറക്ഷൻ നോക്കൂ. ഇവിടെയും ഓൾറെഡി നമുക്ക് 19% മിഡ് ക്യാപ്പ് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു സ്പേസ് ടോട്ടലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഈ ഒരു സ്പേസ് നമ്മൾ ടോട്ടലി നോക്കുകയാണെങ്കിൽ, അതായത് ഒക്ടോബർ 2021 തുടങ്ങിയിട്ട് നമ്മൾ ഒരു ടുവേർഡ്സ് സെപ്റ്റംബർ 2022 ഈ ഒരു സ്പേസ് നോക്കുകയാണെങ്കിൽ എഗെയിൻ ഇവിടെ മിഡ് ക്യാപ്പ് 23% കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് കംപ്ലീറ്റ്ലി നമ്മുടെ മനസ്സിൽ നിന്ന് പോയി. കാരണം എന്താ വെച്ചാൽ മിഡ് ക്യാപ്പ് അത് കഴിഞ്ഞ് ഒരു റാലി ഇവിടെ വന്നിട്ട് റാലി നോക്കും. ഈ റാലിയുടെ പോക്ക് നോക്കും. കണ്ടോ, ഇത് ഈ ഒരു പോക്ക് കണ്ടോ, ഈ ഒരു 36% ഈ റാലിയിലാണ് ശരിക്കും നമ്മൾ മുമ്പ് കാണിച്ച പോലെ പല ഫണ്ട് മാനേജേഴ്സും 100% എക്സ്പോഷർ ഇരിക്കാത്തത് കൊണ്ട് പല ഫണ്ട് മാനേജേഴ്സിനും അണ്ടർ പെർഫോം ചെയ്യാൻ ഒരു ഇട വന്നത് ഇങ്ങനത്തെ ഒരു വലിയൊരു റാലിയിലാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം അല്ല ആക്ച്വലി നമ്മൾ മിഡ് ക്യാപ്പിൽ ഇങ്ങനത്തെ ഒരു കറക്ഷൻ കാണുന്നത്. ഇനി സ്മോൾ ക്യാപ്പ് നോക്കാം. ഓക്കെ, സ്മോൾ ക്യാപ്പ് നോക്കുമ്പോഴും നമ്മൾ അതേ കൊറോണ ടൈമിൽ ഇത്രയും തന്നെ കറക്ഷൻ ഓൾറെഡി 53%, എത്രയായിരുന്നു 45% സ്മോൾ ക്യാപ്പിൽ നമ്മൾ കണ്ടു. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ മിഡ് ക്യാപ്പിന്റെ അതേ ടൈം പ്രൈസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെയും കണ്ടു നമ്മൾ 28% കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ 28, 30, 40% കറക്ഷൻ ഓൾറെഡി കണ്ടു കഴിഞ്ഞ് ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്കൊരു മെച്യൂരിറ്റി ഐഡിയലി വന്നിരിക്കണം. ദാറ്റ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഈ ഒരു സ്ട്രക്ചറിലാണ്.
വർക്ക് ചെയ്യുന്നതെന്നും അത് കറക്ഷൻ കഴിഞ്ഞ് വീണ്ടും ആ റാലി മുകളിലേക്ക് കയറി പോകാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണമല്ലോ. ഇത് നോക്കി, ഇവിടെ ഒരു റാലി സ്മോൾ ക്യാപിൽ വന്നിരിക്കുന്നത് ഇസ് ക്ലോസ് ടു 45% ആണ് അവിടെ അപ്വേർഡ് സൈഡ് റാലി വന്നിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അപ്വേർഡ് സൈഡ് റാലി വരാനുള്ള ഒരു സമയം മാർക്കറ്റിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് വന്ന് നിൽക്കുന്ന ഒരു സമയമാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ അഡ്വാൻറ്റേജ് കൊണ്ട് എടുക്കേണ്ട, അതിനെക്കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടേ. ഇത് കൂടാതെ ക്രിട്ടിക്കൽ ആയിട്ടൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ICICI മ്യൂച്വൽ ഫണ്ട്സ്, നിപ്പോൺ മ്യൂച്വൽ ഫണ്ട്സ് എന്നുപോലത്തെ ബിഗ് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ്, അതല്ലാതെ വേറെ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഉള്ള ലംസം പർച്ചേസിന് കഴിഞ്ഞ 6 to 8 months ആയിട്ട് വിലക്ക് വെച്ചിട്ടുണ്ട്, ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. ദി ഹവ് റെസ്ട്രിക്റ്റഡ് ലംസം പർച്ചേസ് ഇൻ സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പ് എന്ന് പറഞ്ഞ സെഗ്മെന്റിലേക്ക് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അർത്ഥം രണ്ട് കാര്യങ്ങളാണ്. ഒന്നും പറയുന്നത് ദേ ഫീൽ ഇറ്റ് ഇസ് ഓവർ വാല്യൂറ്റഡ്, അത് ക്ലിയർലി എവിഡന്റ് ആണ്. നമ്മൾ ആ റാലി കണ്ടല്ലോ, 30-40% മുകളിലേക്ക് പോയ റാലി കണ്ടെടുത്തുനിന്ന് അവർക്ക് ഓവർ വാല്യൂറ്റഡ് ആയിട്ട് തോന്നിക്കാണ്. രണ്ടെന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് മാനേജിങ് ലിക്വിഡിറ്റി, അതായത് കൂടുതൽ ഫണ്ട്സ് ഈ ഇത്രയും റിട്ടേൺസ് കാണുമ്പോഴത്തേക്കും ആൾക്കാർ കുറെ ഫണ്ട്സ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സ്റ്റോക്കിന്റെ വാല്യുവേഷൻ കറക്റ്റായിട്ട് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി മാനേജ്മെന്റിന്റെ ഒരു ഇഷ്യൂ കൂടി ആയിട്ടായിരിക്കും ഈ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് എല്ലാം റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തിരിക്കുന്നത്. ആ റെസ്ട്രിക്ഷൻസ് എപ്പോഴാണ് മാറാൻ പോകുന്നത് എന്ന് പറയുന്നത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടൊരു ഫാക്ടർ ആയിരിക്കണം. ആ റെസ്ട്രിക്ഷൻസ് മാറി എന്നുള്ളതിന്റെ അർത്ഥം വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് മാർക്കറ്റിൽ എല്ലായിടത്തും ഒരു സിഗ്നലാണ് ദാറ്റ് വി കൻ ഗോ ആയിട്ട് ഇൻവെസ്റ്റ്. പക്ഷേ റെസ്ട്രിക്ഷൻസ് മാറ്റാൻ അവർ കുറച്ച് ടൈം എടുക്കും. എല്ലാവരും അവരുടേതായിട്ടുള്ള ഓർഗനൈസേഷനിൽ അവരുടേതായിട്ടുള്ള സ്ട്രക്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. ആ റെസ്ട്രിക്ഷൻ മാറ്റുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമായിരിക്കും. ആൻഡ് ലൈക്ക് വൈസ് യു ഹാവ് ടു സബ്സ്ക്രൈബ് ടു ദ വാട്സ്ആപ്പ് ചാനൽ ടു അണ്ടർസ്റ്റാൻഡ് ദ റെസ്ട്രിക്ഷൻ ഇസ് സ്റ്റിൽ ഇമ്പോസ്ഡ് ഓർ ചേഞ്ച്ഡ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി ആ വാട്സ്ആപ്പിൽ നിങ്ങൾ ഫോളോ ചെയ്യുക ഫോർ ദാറ്റ് മാറ്റർ. ഇതല്ലാതെ നമ്മൾ എന്തായിരിക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി? സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും, ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു മനസ്സിലാക്കൽ ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. മിഡ് ക്യാപ്പിൽ മേ ബി വി ക്യാൻ പുട്ട് ലിറ്റിൽ റെസ്ട്രിക്ഷൻ, അല്ലെങ്കിൽ നമ്മളൊന്ന് കോഷ്യസ് ആവേണ്ടത് നല്ലതാണ്. പക്ഷേ മിഡ് ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഇറ്റ് ഹാസ് ടു ബി ഇൻ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ. സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്താണെന്ന് ചെയ്തൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ വീഡിയോ വീണ്ടും വരുന്നുണ്ട്. സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ആണ് ശരിക്കും മിഡ് ക്യാപ്പിൽ യൂസ് ചെയ്യേണ്ട അപ്രോച്ച് എന്ന് പറയുന്നത്. സ്മോൾ ക്യാപ്പിലും കൂടുതലൊരു സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ തന്നെയായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റുന്ന സമയമാണ്. ഈ നമ്മൾ ടെക്നിക്കലി മാർക്കറ്റിന് എന്ത് സംഭവിക്കുന്നു പറഞ്ഞിരുന്നു. മാർക്കറ്റിൽ ഒരു ചാനൽ ഫോം ചെയ്തിരിക്കുന്ന ആ ചാനൽ ഡിസ്റപ്റ്റ് ആവാതെ മാർക്കറ്റിൽ ഒരു റിക്കവറി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മുമ്പ് പറഞ്ഞ വീഡിയോ പോലെ തന്നെ മെയ് ജൂൺ ടൈമിലായിരിക്കും ശരിക്കും ഒരു നല്ലൊരു സ്ട്രോങ് റിക്കവറി കണ്ടുവരുന്നത്. പക്ഷേ അതിനേക്കാൾ മുമ്പേ നമുക്ക് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ചെയ്തു തുടങ്ങാം എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. പക്ഷേ റിസ്ക് അപ്പറ്റൈറ്റ് ഒട്ടും ഒട്ടും റിസ്ക് എടുക്കാൻ താല്പര്യമില്ല എന്ന് പറയുന്നവർക്ക് കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം, നല്ലത് തന്നെയായിരിക്കും. വൺസ് ആ ഒരു അപ്ടേക്ക് കണ്ടു തുടങ്ങി മാത്രം ഇൻവെസ്റ്റ് ചെയ്യാൻ അവർക്ക് ആ റിസ്ക് അപ്പറ്റൈറ്റ് ഇല്ലാത്തവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യും. ഇല്ലാത്തവർക്ക് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും തന്നെ സജസ്റ്റ് ചെയ്യില്ല. കാരണം അതിനകത്ത് സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും വളരെ വോൾട്ടൈൽ ആയിട്ടുള്ളൊരു ഒരു അസറ്റ് ക്ലാസ് ആണ്. ബട്ട് എന്നാൽ തന്നെ റിസ്ക് എടുക്കാൻ ഞാൻ റെഡിയാണ്. പക്ഷേ ടൈമിംഗ് റിസ്ക് എന്ന് പറയുന്നത് ഒരിക്കലും ആർക്കും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് STP സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ഞാൻ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ ഹോപ്പ് ദിസ് വീഡിയോ has added value to you. If it added value to you, share this to your friends and family members. എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുകയും ചെയ്യാം. So thank you so much for watching. Unless we see next time with a very, very informative video. So thank you so much. Bye-bye.